നമ്മളിവിടെ ബലിപെരുന്നാളിന്റെ സന്തോഷത്തിൽ പങ്കാളികളാവുമ്പോഴും നമ്മുടെ രാജ്യത്ത് ഈ അടുത്ത് നടന്ന ഒരു ഭീകരാക്രമണത്തെ നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല സഹോദരങ്ങളെ. കശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളായ മനുഷ്യർ നിർദാക്ഷിണ്യം കൊല ചെയ്യപ്പെട്ട സാഹചര്യമുണ്ടായി. പൈശാചികം, മനുഷ്യത്വരഹിതം എന്ന് ഇത്തരം സംഭവങ്ങളെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഭീകരാക്രമണത്തെ അതിശക്തമായിട്ട് ഈ പെരുന്നാൾ മൈതാനിയിൽ വെച്ച് നാം വീണ്ടും അപലപിക്കുകയും അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും വേദനയിലും നമ്മൾ പങ്കുചേരുകയും ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യരെ അന്യായമായി വധിക്കുന്നത് പൈശാചികമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞതാണ്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. അന്യായമായിട്ട് ആരെങ്കിലും ഒരു മനുഷ്യനെ വധിച്ചാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമായ ക്രൂരതയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ഒരു മനുഷ്യനെ പോലും അന്യായമായി വധിക്കാൻ പാടില്ല. അങ്ങനെ വധിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമായ ക്രൂരതയാണ്, അക്രമമാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും മരണക്കയത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതിന് തുല്യമായ പുണ്യപ്രവൃത്തിയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ നിലപാടെന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ എന്നത്തെയും നിലപാടെന്ന് പറയുന്നത്. ഒരു മതവും ഒരു ആത്മീയ ചിന്തയും ഒരു തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളെയും അംഗീകരിക്കുന്നില്ല. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണങ്ങളെ, അതുപോലെയുള്ള ഭീകരാക്രമണങ്ങളെയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും ദുരുപയോഗപ്പെടുത്താതിരിക്കാനുള്ള ജാഗ്രതയും കരുതലും എല്ലാവർക്കും ആവശ്യമാണ്. സഹോദരങ്ങളെ, നാം ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും നമ്മുടെ രാജ്യത്തെ തകർക്കുവാനോ മതപരമായിട്ട് ഭിന്നിപ്പിക്കാനോ കഴിയില്ല എന്ന് ഭീകരാക്രമണ ശേഷം വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യമാവുകയുണ്ടായി, ലോകത്തിന് ബോധ്യമാവുകയുണ്ടായി. സഹോദരങ്ങളെ, ഐക്യത്തോടെ മുന്നോട്ട് പോവുക എന്നതാണ് പ്രധാനം. 26 നിരപരാധികൾ കൊല്ലപ്പെട്ടപ്പോ അതിൽ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന പേരുള്ള ഒരു മനുഷ്യൻ കൂടി ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ വായിച്ചതാണ്. സഹോദരങ്ങളെ, വൃദ്ധരായ മാതാപിതാക്കളും ഭാര്യാസന്താനങ്ങളും അടങ്ങിയ സ്വന്തം കുടുംബത്തെ പോറ്റാൻ കുതിരസവാരി നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഭീകരവാദികൾ തന്റെ കൂടെ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്ക് നേരെ നിറയൊഴിച്ചപ്പോ, വെടിയുതിർത്തപ്പോ ആ പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ഈ പാവങ്ങളെ, നിരപരാധികളെ നിങ്ങൾ കൊന്നുകളയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങിയപ്പോഴാണ് പ്രകോപിതരായ ഭീകരർ ആദിലിനെ കൊന്നത്. ആദിൽ ഹുസൈൻ ഷാ സയ്യിദ് ആ മനുഷ്യനെ കൊന്നത് എന്ന് നമുക്കറിയാം. സഹോദരങ്ങളെ, വേണമെങ്കിൽ ആദിലിന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ മതപരമായി സാമുദായികമായി ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു ശക്തിക്കും ഈ രാജ്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന വലിയ ഒരാശയം ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. ആദിലടക്കമുള്ള ഈ 26 രക്തസാക്ഷികളും ഈ 26 മനുഷ്യരുമെന്ന് അതിൽ മലയാളിയായ നമ്മുടെ ഒരു സഹോദരൻ കൂടിയുണ്ട്. സഹോദരങ്ങളെ, ഇവരെല്ലാം ലോകത്തോട് പറഞ്ഞത്, ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾക്ക് മതപരമായിട്ട് സാമുദായികമായിട്ട് ഭിന്നിപ്പിക്കുവാൻ കഴിയില്ല, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്ന സന്ദേശം ലോകത്തിന് കൈമാറിക്കൊണ്ടാണ് ഈ 26 നിരപരാധികളായ മനുഷ്യരും ലോകത്തോട് വിട പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് ഭീകരതയ്ക്കെതിരെ നടന്ന സൈനിക നടപടിയും ഏറെ പ്രശംസനീയമാണ്. അക്രമങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചു പറയാൻ ഈ സൈനിക നടപടികൾക്കായി എന്നുള്ളതാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സൈനികർക്കും ആദരവോടുകൂടി നാം നന്ദി അർപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ സൗഹൃദത്തോടെ മുന്നോട്ട് നീങ്ങണമെന്നാണ്
ഇത്തരം സാഹചര്യങ്ങൾ നമ്മോട് പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് രാജ്യത്തെ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും ഗൗരവമുള്ളതാണ് വഖഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത്. ഈ ഭേദഗതിയിലൂടെ നമ്മുടെ മസ്ജിദുകൾ, മദ്രസകൾ, യതീംഖാനകൾ, അനുബന്ധ സ്ഥാപനങ്ങൾ ഇവ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ടാണ് ആവർത്തിച്ചുകൊണ്ട് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമമായ ഒരു വിധി ഉണ്ടായിട്ടില്ലെങ്കിലും സുപ്രീം കോടതി ഇടക്കാലത്ത് ചില ഉത്തരവുകളും നിരീക്ഷണങ്ങളും നടത്തുകയുണ്ടായി. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില ഇടക്കാല ഉത്തരവുകളും നിരീക്ഷണങ്ങളുമെല്ലാം വന്നു. ആ ഇടക്കാല ഉത്തരവുകളും നിരീക്ഷണങ്ങളും നമുക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു. വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസി സമൂഹവും വഖഫിനെ സ്നേഹിക്കുന്നവരും പ്രകടിപ്പിക്കുന്ന ആശങ്കകൾ അത് അസ്ഥാനത്തല്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമായത്. ഒന്നാമതായി സുപ്രീം കോടതി പറഞ്ഞത് രജിസ്ട്രേഷൻ മൂലമോ ഉപയോഗത്തിലൂടെയോ അഥവാ വഖഫ് ബൈ യൂസർ മറ്റേതെങ്കിലും നിലക്കോ വഖഫായി കണക്കാക്കുന്ന വസ്തു ഡീനോട്ടിഫൈ ചെയ്തുകൊണ്ട് വഖഫ് അല്ലാതാക്കരുതെന്നാണ്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ചെറിയൊരു കടയാണ്. കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.